ഇസ്രായേലിന് എക്കാലത്തും പിന്തുണ ലഭിച്ച യൂറോപ്യൻ യൂണിയൻ EU ഇപ്പോൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേലുമായുള്ള ബന്ധം യൂറോപ്യൻ യൂണിയൻ വിച്ഛേദിക്കണമെന്നും ഇസ്രായേലിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് സ്പെയിനാണ്. ലബനാനിലും ഗസയിലും ഇസ്രായേൽ നടത്തുന്ന നരഹത്യയിൽ, വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാ വ്യാപാര കരാറിൽ നിന്നും, എല്ലാ സഹകരണ കരാറിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കണമെന്നും അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണം എന്നുമാണ് സ്പെയിൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രായേലിന് യൂറോപ്യൻ യൂണിയൻ പങ്കാളിയായി തുടരാൻ ഒരു അവകാശവുമില്ലെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രസ്താവിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ മീറ്റിംഗിൽ ഔദ്യോഗികമായി ഈ ആവശ്യം സ്പെയിൻ സമർപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. സ്പെയിനൊപ്പം അയർലൻഡ്, സ്ലൊവേനിയ എന്നീ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി നീങ്ങുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഫോറിൻ മിനിസ്റ്റർമാരുടെ യോഗത്തിൽ ഇസ്രായേലുമായുള്ള എഗ്രിമെൻറ്റുകൾ പുനഃപരിശോധിക്കണമെന്ന് 3 രാജ്യങ്ങളും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2000 ഒപ്പുവെച്ച ഇസ്രായേൽ യൂറോപ്യൻ യൂണിയൻ സഹകരണ കരാറിലെ പ്രധാന നിബന്ധന മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ്. എന്നാൽ ഇസ്രായേൽ ഇത് ലംഘിച്ചുവെന്നാണ് സ്പെയിൻ വാദിക്കുന്നത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ വംശഹത്യ എന്ന് തന്നെയാണ് സ്പെയിൻ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത്. അടുത്തിടെ ലബനാനിലേക്കും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ സ്പെയിൻ അതിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. 2024 ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സ്പെയിൻ അംഗീകരിക്കുന്നത്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറെ ചൊടിപ്പിച്ച ഒരു വിഷയമായിരുന്നു.